നമസ്കാരം. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ചെറിയ അറിവ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നാം എല്ലാവരും തന്നെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ്. ഇപ്പോൾ സ്മാർട്ട് ഫോണിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതും എന്നാൽ അധികം ആരും അറിയാതെ പോകുന്നതുമായ ഒരു സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് വളരെ കോമൺ ആയിട്ട് പ്രചാരത്തിലുള്ള ഒരു ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. അപ്പോൾ ഈ ഗൂഗിൾ ക്രോമിൻ്റെ സെറ്റിങ്സിൽ ഒരു ക്യാമറ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സെറ്റിങ്സാണത്. ഈ ക്യാമറ സെറ്റിങ്സ് നമ്മളെല്ലാവരും നിർബന്ധമായും ഓഫ് ചെയ്ത് വെച്ചിരിക്കേണ്ടതാണ്. അത് ഓഫ് ചെയ്യുന്നത് കൊണ്ട് ബ്രൗസർ യൂസ് ചെയ്യുന്നതിനോ ഇൻ്റർനെറ്റിൽ മറ്റ് ആക്ടിവിറ്റീസിനോ ഒന്നും പ്രത്യേകിച്ച് ഒരു കുഴപ്പവും സംഭവിക്കുകയില്ല. നമ്മുടെ ഫോണിൽ ഈ സെറ്റിങ്സ് ഇനേബിൾ ആണ് എങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. നമുക്കറിയാം, ഇന്ന് നമുക്ക് ചുറ്റും ഒരുപാട് പ്രഗത്ഭരായ ഹാക്കേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൽ ഈ സെറ്റിങ്സ് ഇനേബിൾ ആണെങ്കിൽ അവർക്ക് വളരെ നിഷ്പ്രയാസം തന്നെ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, പാസ്വേഡുകൾ, എന്തിന് നമ്മുടെ ഫോണിൽ ഗാലറിയിലെ ഫോട്ടോസ് പോലും അവർക്ക് നിഷ്പ്രയാസം ഹാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. വീഡിയോ കോളുകൾ ചെയ്യുന്നവരും തീർച്ചയായും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സെറ്റിങ്സ് തന്നെയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ പോലും ഹാക്കേഴ്സിന് ഫോൺ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ ഈ സെറ്റിങ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി തന്നെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്കത് ഈ കാണുന്നത് പോലെ ഓപ്പണായി കിട്ടും. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് 3 ഡോട്ട് കാണാം. അതാണ് സെറ്റിങ്സ്. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് കിട്ടും നമുക്ക്. അതിലേറ്റവും താഴെയായിട്ട് സെറ്റിങ്സ് എന്ന് കാണാം. ആ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ പുതിയൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആകും. അതിൽ കുറച്ച് താഴെയായിട്ട് സൈറ്റ് സെറ്റിങ്സ് എന്ന് ഒരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു ഇൻ്റർഫേസ് ഓപ്പണായിട്ട് കിട്ടും. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു പേജ് ഓപ്പണായിട്ട് കിട്ടും. ഇപ്പോൾ എൻ്റെ ഫോണിലത് ഇനേബിളായിട്ട് കിടക്കുകയാണ്. അത് നമ്മൾ ഡിസേബിൾ ആക്കി കൊടുക്കണം. എന്നിട്ട് ബാക്ക് എടുക്കണം. അപ്പോൾ വീണ്ടും പഴയ പേജിലേക്ക് വരും. അതിൽ മൈക്രോഫോൺ എന്നൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ആക്കണം. അവിടെയും ഇതേപോലെ എൻ്റെ ഫോണിൽ ഇത് ഇനേബിളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഓപ്ഷൻ നമ്മൾ ഡിസേബിൾ ആക്കി കൊടുക്കണം. ഇതാണ് സെറ്റിങ്സ്. ഈ വീഡിയോ ഏവർക്കും മനസ്സിലായി കാണും, ഉപകാരപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.